everyone, welcome to Exam Y Learning. അപ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ സയൻസിലെ ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ, സ്വരുക്കൂട്ടം കരുതി വെക്കാം എന്നുള്ള ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ, നമ്മുടെ ആദ്യത്തെ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ജപ്പാനെ കുറിച്ചുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് പഠിച്ചിട്ടാണ് പോയത് അല്ലേ? അത് കഴിഞ്ഞിട്ട് മക്കളെ എടുത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ, സ്വരുക്കൂട്ടം കരുതി വെക്കാം എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ? അപ്പോൾ മക്കൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവേണ്ട ഒരു ടോപ്പിക്കാണ് എന്ത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കിക്കേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇഷ്യൂ ഓൾ കറൻസി നോട്ട്സ് എക്സെപ്റ്റ് ദ 1 rupee നോട്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ 1 രൂപ നോട്ടല്ലാത്ത, 1 രൂപയുടെ നോട്ടല്ലാത്ത ബാക്കി എല്ലാ നോട്ടുകളും, 500-ന്റെ നോട്ടുകളും 20-ന്റെ നോട്ടുകളും 10-ന്റെ നോട്ടുകളും എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? പ്രിന്റ് ചെയ്യുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ കൺട്രോൾസ് ലോൺസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ബാങ്കിങ്ങിലെ ഏത് കാര്യം എടുത്തു നോക്കിയാലും അതിന്റെ തലപ്പത്ത് നിൽക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലോണുകൾ ഉണ്ടല്ലോ, അത് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന എന്താണ്? നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് എന്തറിയപ്പെടുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെന്റ്. അപ്പൊ നമ്മുടെ ഗവൺമെന്റിന് വേണ്ട, സർക്കാരിന്റെ ഒരു ബാങ്കർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ കറൻസി നോട്ടുകളും അച്ചടിച്ചിറക്കുന്നു, വായ്പ നിയന്ത്രിക്കുന്നു, നമ്മുടെ ലോണുകൾ കൺട്രോൾ ചെയ്യുന്നു, ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു, ഗവൺമെന്റിന്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ആയിട്ടുള്ള ഇടപാടുകൾ, അതായത് നമ്മുടെ ഗവൺമെന്റിന് വേണ്ട പണം കിട്ടുന്നതല്ലേ എവിടെ നിന്നാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് എന്താണ്? നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പഠിച്ചു. അത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്ത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്. വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ 3 ടൈപ്പ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആദ്യത്തേത് ഏതാണെന്ന് നോക്കിക്കേ, ഇൻഡിവിജ്വൽ അക്കൗണ്ട്. അതായത് ഒരു വ്യക്തി എടുക്കുന്ന അക്കൗണ്ട് ആണ് എന്ത്? ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൻ അക്കൗണ്ട് ഓപ്പൺഡ് ഇൻ ദ നെയിം ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ, ഒരൊറ്റ വ്യക്തിയുടെ പേരിൽ എടുക്കുന്ന അക്കൗണ്ട് ആണ് എന്ത്? ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓൺലി ദാറ്റ് പേഴ്സൺ ക്യാൻ മേക്ക് ട്രാൻസാക്ഷൻസ് ത്രൂ ദാറ്റ് അക്കൗണ്ട്. അപ്പൊ എന്താണ്? ഈ ഒരു അക്കൗണ്ടിലൂടെ ആരുടെ പേരിലാണോ ആ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പണമിടപാട്, ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റൂ. ഇപ്പൊ എൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ എനിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റൂ. എൻ്റെ ഫാദറിനോ എൻ്റെ മദറിനോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലൂടെ ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ബാങ്ക് അക്കൗണ്ട് എന്താണ്? ജോയിന്റ് അക്കൗണ്ട്. അപ്പോൾ പേര് പോലെ തന്നെ ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മാത്രമായിരിക്കില്ല അല്ലേ? അപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ബൈ 2 or more ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോയിൻലി. അപ്പോൾ 2 or അതിലധികമോ വ്യക്തികൾ അല്ലെങ്കിൽ 2 or അതിലധികമോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടി എടുക്കുന്ന അക്കൗണ്ട് ആണ് ജോയിന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് അക്കൗണ്ട് എന്താണെന്ന് നോക്കിക്കേ, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്. അപ്പോൾ an account opened in the name of an institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ തുറക്കുന്ന അക്കൗണ്ട് ആണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. an authorized person in the institution opens the account and makes transaction. അപ്പോൾ നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിൽഡിംഗ് ആവൂലേ, ഒരു മനുഷ്യനല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പൊ നോക്കിക്കേ, ബാങ്ക് അക്കൗണ്ടുകൾ 3 ടൈപ്പ്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ലെങ്കിൽ വ്യക്തിഗത അക്കൗണ്ട്. ഒരു വ്യക്തിയുടെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ട് ആണ് എന്ത്? വ്യക്തിഗത അക്കൗണ്ട്. ആ വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ അക്കൗണ്ടിലൂടെ ബാങ്കുമായി ഇടപാടുകൾ നടത്താൻ കഴിയൂ.
രണ്ടാമത്തെ ടൈപ്പാണ് ജോയിന്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സംയുക്ത അക്കൗണ്ട് എന്ന് പറയുന്നത്. രണ്ടോ അതിലധികമോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചേർന്ന് ആരംഭിക്കുന്ന അക്കൗണ്ടാണ് സംയുക്ത അക്കൗണ്ട്. മൂന്നാമത്തെ അക്കൗണ്ടാണ് എന്ത്? സ്ഥാപന അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ പേരിൽ തുടങ്ങുന്ന അക്കൗണ്ടാണിത്. സ്ഥാപനത്തിലെ അധികാരപ്പെട്ട വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതും അതിൻ്റെ ഇടപാടുകൾ ചെയ്യുന്നതും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ബാങ്ക് അക്കൗണ്ടുകൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താ? ബാങ്ക് ഡെപ്പോസിറ്റുകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ മക്കൾ നോക്കിക്കേ, 4 ടൈപ്പ് ഡെപ്പോസിറ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലേ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ടൈപ്പ്. സേവിങ്സ് ഡെപ്പോസിറ്റ്, പിന്നെ കറന്റ് ഡെപ്പോസിറ്റ്, അത് കഴിഞ്ഞിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ്, പിന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അപ്പൊ എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നിക്ഷേപങ്ങൾ? ഏതൊക്കെയാണ്? സമ്പാദ്യ നിക്ഷേപങ്ങൾ, പ്രചലിത നിക്ഷേപങ്ങൾ, സ്ഥിര നിക്ഷേപങ്ങൾ, ആവർത്തിത നിക്ഷേപങ്ങൾ. അപ്പോ നമുക്ക് ഓരോ ഡെപ്പോസിറ്റുകളും എന്താണെന്ന് നോക്കാം. സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മുടെ പൈസ കുറച്ച് സേവ് ചെയ്ത് വെക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സേവിങ്സ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോൾ വേണേലും ഇടാനും പറ്റും, എപ്പോൾ വേണേലും പൈസ വലിക്കാനും പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഈ പ്രചലിത നിക്ഷേപങ്ങൾ, കറന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുന്നത് ബിസിനസ് ആളുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബിസിനസ്മാൻമാർ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്താ? ഒരു ദിവസം തന്നെ വേണമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. നമുക്ക് പൈസ വലിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ടൈപ്പ് മൂന്നാമത്തേതാണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ ഉണ്ട്, ഫിക്സഡ് ആണ്. അപ്പൊ നമ്മൾ ഒരു എമൗണ്ട് എടുത്തിട്ട്, ഇപ്പൊ മാമിന്റെ കയ്യിൽ ഒരു 1 lakh റുപ്പി ഉണ്ടെങ്കിൽ ഞാൻ അതൊരു 2 yearsന് അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഓഫ് പീരിയഡിന് ഞാൻ എന്ത് ചെയ്യും? അത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അപ്പൊ ആ നിക്ഷേപിച്ച പൈസ എനിക്ക് ഈ 2 year കഴിയുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് എടുക്കൽ എന്താണ്? വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരു നിശ്ചിത സമയത്തിന് ഒരു നിശ്ചിത തുക നമ്മൾ നിക്ഷേപിക്കുന്നതാണ് എന്ത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിക്കേ, റെക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപങ്ങൾ. എന്താണ് ആവർത്തിത നിക്ഷേപങ്ങൾ? പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഒരു നിശ്ചിത തുക ഞാൻ എല്ലാ മാസവും ബാങ്കിൽ ഇടുകയാണ്. ഞാനൊരു 5 വർഷത്തിന് ഞാൻ ബാങ്കിൽ ഇടുന്നുണ്ട് എന്ന് വിചാരിച്ചോ. അങ്ങനെയുള്ള നിക്ഷേപത്തിനെയാണ് എന്ത് പറയുന്നത്? ആവർത്തിത നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും റിപ്പീറ്റ് ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഒരു എൻ്റെ ടൈം പീരിയഡ് കഴിയുമ്പോൾ ഐ ക്യാൻ വിത്ഡ്രോ ദാറ്റ് മണി. അതാണ് എന്ത്? റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ഇപ്പൊ പഠിച്ചു? RBI എന്താണെന്ന് പഠിച്ചു. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്സ് അല്ലെ, വിവിധ തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, വിവിധ നിക്ഷേപങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത് മക്കളെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക് പഠിക്കാനുണ്ട്. ബാങ്ക് അക്കൗണ്ട് പഠിച്ചു, ഡെപ്പോസിറ്റ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ആണ്. വിവിധ ബാങ്കുകളാണ് പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. രണ്ടാമത്തേത് കോപ്പറേറ്റീവ് ബാങ്ക്സ്. മൂന്നാമത്തേത് ഡെവലപ്മെന്റ് ബാങ്ക്സ്. എന്തൊക്കെയാണ്? വിവിധ തരം ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, സഹകരണ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്ക്സ്, വികസന ബാങ്കുകൾ എന്താണ്? ഡെവലപ്മെന്റ് ബാങ്ക്സ് അല്ലെ. അപ്പോ ഈ ബാങ്കുകളുടെയൊക്കെ ഉദാഹരണം ഒന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബാങ്കുകൾ എന്ന് പറഞ്ഞേ മക്കള്? അറിയുന്ന എത്ര പേരുണ്ട് നോക്കട്ടെ, ഒന്ന് കമന്റ് ചെയ്തേ. വാണിജ്യ ബാങ്കുകൾക്ക് എക്സാമ്പിൾ, സഹകരണ ബാങ്കുകൾക്ക് എക്സാമ്പിൾ, അതുപോലെ ഡെവലപ്മെന്റ് ബാങ്ക്സിന് എക്സാമ്പിൾ ആയിട്ടുള്ള ബാങ്കുകൾ ഒന്ന് കമന്റ് ചെയ്തേ നോക്കട്ടെ. അപ്പോ ആദ്യം നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നോക്കുകയാണ്. വാണിജ്യ ബാങ്കുകൾ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ആളുകൾക്ക് അതുപോലെ ബിസിനസ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ബിസിനസ്മാൻമാർക്ക് അതുപോലെ തന്നെ വ്യവസായികൾക്ക്, സാധാരണ ജനങ്ങൾക്ക് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കൊക്കെ പണം നിക്ഷേപിക്കാനും വിത്ഡ്രോ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്, ലോൺ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? നമുക്കറിയുന്ന ബാങ്ക്സ് എല്ലാം SBI, ഫെഡറൽ ബാങ്ക്, അതുപോലെ എന്താണ് HDFC,
ICICI ഒക്കെ എന്താണ്? വാണിജ്യ ബാങ്കുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്തത് എന്താണ്? സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയാസിലൊക്കെ ചെറുകിട വ്യവസായികൾക്ക് അല്ലെങ്കിൽ ഫാമേഴ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊക്കെ കുറഞ്ഞ പലിശയ്ക്ക് ലോണ് കൊടുക്കാൻ വേണ്ടി, സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഉള്ള ബാങ്ക്സ് ആണ് എന്ത്? കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ മക്കളെ? കേരള കോപ്പറേറ്റീവ് ബാങ്ക്, അതുപോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവില്ലേ സർവീസ് സഹകരണ ബാങ്കുകൾ എന്ന് പറയില്ലേ, കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുറഞ്ഞ പലിശ നിരക്കില് പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ചെറുകിട വ്യവസായികൾക്ക്, അതുപോലെ തന്നെ ഫാമേഴ്സിന്, കൃഷിക്കാർക്കൊക്കെ സഹായം നൽകാൻ വേണ്ടിയിട്ടുള്ള ബാങ്കുകളാണ് സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി വികസന ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ വലിയ പ്രൊജക്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊക്കെ ലോണ് കൊടുക്കുന്ന, ഫിനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്ന ബാങ്ക്സ് ആണ് എന്ത്? ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ ആണ് എന്തൊക്കെ? നബാർഡ്. പത്രമൊക്കെ വായിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണല്ലേ നബാർഡ്. അതുപോലെ സിഡ്ബി എന്നൊക്കെ പറയുന്നത് ഡെവലപ്മെന്റ് ബാങ്ക്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഫുൾ ഫോംസ് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ഒറ്റ വാക്കിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എന്താണ് നോക്കിക്കേ, മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ മാം പറയുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ആദ്യത്തെ ഫുൾ ഫോം എന്താണ് മക്കളെ? ATM. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ATM കാർഡല്ലേ നമ്മുടെ വീട്ടിൽ പാരൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ATM എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ഓക്കെ ആണല്ലോ. ഓട്ടോമാറ്റിക് എന്നൊന്നും എഴുതരുത്. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആണ് എന്ത്? ATM എന്നതിൻ്റെ ഫുൾ രൂപം. അടുത്തത് CDM. CDM എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ATM മെഷീനിൽ പോയിട്ട്, അതായത് നമ്മൾ ATM-ൽ പൈസ കൊണ്ടുപോയിട്ട് പൈസ നമ്മുടെ ബാങ്കിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ATM മെഷീൻ വെച്ചിട്ട്, ATM മെഷീൻ അല്ല CDM മെഷീനാണ് യൂസ് ചെയ്യുക. അതിന് ATM മെഷീൻ്റെ പോലെ തന്നെയാണ് കാണാനുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ഒരു 2000 രൂപയുണ്ട്, എനിക്കത് എൻ്റെ അക്കൗണ്ടിൽ ഇടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ബാങ്കിൽ പോകാതെ നമ്മുടെ CDM മെഷീനിൽ കൊണ്ടുപോയിട്ട് ആ പൈസ ഇട്ടാൽ അതെൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വരും. അപ്പം അതിനെയാണ് CDM മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ CDM എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് നോക്കിക്കേ? ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. പേരിൽ തന്നെ ഉണ്ടല്ലേ. അപ്പൊ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ അത് ഈസിയാണ്. CDM എന്നതിൻ്റെ ഫുൾ എന്താണ്? ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ. അടുത്തത് UPI. മക്കൾ കേൾക്കുന്നുണ്ടാവും, ഫോൺ പേ, ഗൂഗിൾ പേ എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും, ATM എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ സാധനമൊക്കെ വാങ്ങിയാൽ ഇപ്പൊ ക്യാഷ് അല്ല കൊടുക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് പേ ചെയ്യും. അപ്പൊ അതാണ് എന്ത്? UPI. അതിനെ ജനറൽ ആയിട്ട് പറയുന്നതാണ് UPI. UPIയുടെ ഫുൾ എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ്. എന്താണ്? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. ഇനി അവസാനമായിട്ട് QR കോഡ്. നമ്മൾ UPI വെച്ചിട്ട് നമുക്ക് പൈസ അടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഫോണിൽ സ്കാൻ ചെയ്യാൻ ഒരു കോഡ് വേണം. അതിന്റെ പേരാണ് എന്ത്? QR കോഡ്. QR കോഡ് എന്നുള്ളതിന്റെ ഫുൾ എന്താ മക്കളെ? ക്വിക്ക് റെസ്പോൺസ് കോഡ്. QR എന്നുള്ളതിന്റെ ഫുൾ എന്താണ്? ക്വിക്ക് റെസ്പോൺസ് കോഡ്. ഓക്കെ ആണല്ലോ. ഇനി അവസാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, മക്കളൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പഠിക്കുന്നുണ്ട്. എന്താണ്? ബാങ്കിങ് ഫ്രോഡ്സ് അല്ലേ. നമ്മുടെ ബാങ്ക് സെക്ടറിൽ ഫ്രോഡ് ആയിട്ട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇഷ്ടം പോലെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ എപ്പോഴും വരുന്ന കോൾസ് ആണ്, സ്കാം കോൾസ് വരും. ഇപ്പോൾ ഒരു കോൾ വരുമ്പോൾ നമ്മൾ പറയും, ഓ ഇത് സ്കാമാ, ഇത് എടുക്കണ്ടെന്ന് പറയും അല്ലേ. അതുപോലെ OTP ചോദിച്ചിട്ട്, നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് എന്ത് വരും? തട്ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോഡ്സ് എന്ത് ചെയ്യും? നമുക്ക് വിളിക്കും. അപ്പോൾ നമ്മൾ അതിന് എതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്തൊക്കെയാണ്, മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ പ്രിക്വേഷൻസ് ടു ബി അഡോപ്റ്റഡ് ഫോർ റെക്കഗ്നൈസിങ് ആൻഡ് ഡിഫീറ്റിംഗ് ഫ്രോഡുലന്റ് ബാങ്കിങ്. അപ്പോൾ എന്താണ് ആദ്യം? ഡു നോട്ട് ഷെയർ ATM പിൻ ആൻഡ് OTP. അപ്പോൾ മക്കൾ ഒരിക്കലും നിങ്ങൾ ഈ ഭാവിയിൽ ATM കാർഡൊക്കെ എടുത്തിട്ടേ എന്ത് ചെയ്യരുത്? നമ്മളൊരു പിന്നിടും, ആ ATM കാർഡിൻ്റെ പിന്ന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ. അതുപോലെ OTPയും എന്ത് ചെയ്യരുത്? പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള OTPയും പറഞ്ഞു കൊടുക്കരുത്. ഡു നോട്ട് ഓപ്പൺ സസ്പീഷ്യസ് ഓൺലൈൻ ലിങ്ക്സ്. നമുക്ക് സംശയാസ്പദമായിട്ടുള്ള
ഓൺലൈൻ ലിങ്ക് ഒക്കെ കിട്ടിയാൽ വെറുതെ പോയിട്ട് തുറന്നു നോക്കരുത്. ലിങ്ക് അല്ലേ, ഞാൻ തുറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫോണിൽ വരുന്നതൊക്കെ എന്ത് ചെയ്യരുത്, ആവശ്യമില്ലാത്തതൊന്നും പോയി ഓപ്പൺ ചെയ്യരുത്. ഡു നോട്ട് റെസ്പോണ്ട് ടു ഫോൺ മെസ്സേജസ് ആസ്കിങ് ഫോർ അക്കൗണ്ട് ഡീറ്റെയിൽസ്. എന്താണ്, ചിലപ്പോൾ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ വരുമല്ലേ, നിങ്ങൾക്ക് ഇത്ര ലോൺ അനുവദിച്ചിട്ടുണ്ട്, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അയക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് വരും, നമുക്ക് SMS ഒക്കെ വരും, വാട്സപ്പിലൊക്കെ മെസ്സേജ് വരും. അപ്പോൾ വെറുതെ അവിടെയൊക്കെ പോയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കരുത്. ഡു നോട്ട് കീപ് ATM പിൻ ഓൺ ഫോൺ. പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ഒരു പണിയാണ് എന്ത്, നമ്മുടെ ATM പിൻ എന്ത് ചെയ്യും, നമ്മൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കും. ഒന്നുകിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് നോട്ടിൽ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ഫോൺ നമ്പർ ആയിട്ട് സേവ് ചെയ്ത് വെക്കും. 111 മൈ ATM പിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ ATM പിൻ അതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, ദയവ് ചെയ്തിട്ട് ചെയ്യരുത്. നിങ്ങളുടെ ഫോൺ മിസ്സായി പോയാൽ അതും പോയില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നിങ്ങളുടെ ATM പിന്നെ ഫോണിൽ സേവ് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ എന്താണ്, യൂസ് സ്ട്രോങ് പാസ്വേഡ്സ്, ചേഞ്ച് പാസ്വേഡ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് അല്ലേ, നമ്മൾ 8 ലെറ്റേഴ്സ് യൂസ് ചെയ്യണം, ലെറ്റേഴ്സും നമ്പേഴ്സും സിമ്പിൾസും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ ജിമെയിൽ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തൊക്കെ അങ്ങനെയൊക്കെ ക്രൈറ്റീരിയാസ് തരും. അപ്പോൾ അങ്ങനെ സ്ട്രോങ് പാസ്വേഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡ് എന്ത് ചെയ്യുക, ഇടയ്ക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. കൊല്ലങ്ങളോളം 10 കൊല്ലം ഒരേ പാസ്വേഡ് യൂസ് ചെയ്യുന്നതിന് പകരം ഇടയ്ക്കൊരു 1 ഇയർ 2 ഇയർ ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഫോണിന് മാത്രമല്ല, അല്ലെങ്കിൽ പേയ്മെൻറ്റ് മാത്രമല്ല, അല്ലാതെ നമ്മുടെ ജിമെയിൽസിനാണേലും ഇനിയിപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയാസിനാണേലും ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിനൊക്കെ ആണേലും എന്ത് ചെയ്യുക, ഫേസ്ബുക്ക് ഒന്നും ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ എന്ത് ചെയ്യുക, ഇടക്കിടക്ക് നിങ്ങളുടെ പാസ്വേഡ് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈബർ രംഗത്ത് ഇത്തരം തട്ടിപ്പുകൾ എന്താണ്, ഇന്ന് വ്യാപകമാണ്. ഇവ തിരിച്ചറിയുന്നതിനും പ്രതിരോധിക്കുന്നതിനുമുള്ള പ്രിക്കോഷൻസ്, മുൻകരുതലുകളാണ് തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്, ATM പിൻ, OTP എന്നിവ പങ്കുവെക്കരുത്, സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ തുറക്കാതിരിക്കുക, അക്കൗണ്ട് വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടുള്ള ഫോൺ സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക, ശക്തമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക, പാസ്വേഡ് ഇടയ്ക്കിടെ മാറ്റുക, ATM പിൻ ഫോണിൽ സൂക്ഷിക്കാതിരിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ സേവിങ് ഫോർ ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇന്ന് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവും, ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ ആണല്ലോ. അപ്പം മിടുക്കരായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.